ഉടക്ക് പറഞ്ഞ് അതങ്ങനെ നിന്നെ പരിസരത്ത് കണ്ടുപോരുത് കണ്ടതിന്റെ സ്വഭാവം കാണില്ല ഇനി അവൻ ആരും കാണില്ല അവന്റെ ശല്യം ഇന്നത്തോടെ തീരും. കോടികളും സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമെങ്കിൽ അംബാനി കോന്തനാന്ന് പറയാൻ പറ്റില്ല. അംബാനി കോന്തനാ 13 വർഷം ജയ്സൺ മാത്രം പാർട്ണറായിരുന്നു കോന്തന. അത് താൻ എനിക്കിട്ടത് താങ്ങിയതാണല്ലോ. 13 വർഷം ജയ്സൺ മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് എണ്ണീറ്റ് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഒന്നുമില്ല. ഞാൻ എന്റെ കൺവിക്ഷൻസ് നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ റോഡിൽ ഇറങ്ങി പണി തുടങ്ങിയിട്ട് പലതരത്തിൽ ചെയ്യാൻ തുടങ്ങി 2 വർഷമായി. അതല്ലേ വിഷയം പറയുമ്പോ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക. അതിന് പകരം താൻ ഹാഷ്മിയാകാൻ ശ്രമിക്കണ്ട. അതേടാ രണ്ടിലൊന്നും അറിയാൻ തന്നെ ഞാനും വന്നത്. ഇതിലെ പ്രയോജനത്തിന് അപ്പുറത്തേക്ക് ഞാൻ വന്ന മറുചോദ്യം എന്ന് പറയുന്നത് മൈത്രയും സംസാരിച്ച ആ വിഷയത്തിൽ നിന്ന് നിർത്ത കടമെടുത്ത വാക്കുകൾ മർമ്മം നല്ല ഫോമിലാണല്ലോ. താൻ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങുന്നുണ്ടല്ലോ. അത് കേൾക്കാൻ എന്താ പറ്റാത്ത? ഞാൻ കേട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് കേൾക്കാനുള്ള അറിവായിട്ടില്ല. ഈ കാരണം ചില തെറ്റ് വരുത്തുള്ള മാങ്ങയൊക്കെ പഴുത്ത് നിൽക്കുന്നൊക്കെ കണ്ടാ തിരിച്ചറിയാം നമുക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. ചേച്ചി അതാണുള്ളത്. ധനം ഉണ്ടാകുക എന്ന് പറയുന്നത് കൂടുതൽ എന്താണ് ഇണകളെ കിട്ടുമെന്നുള്ള തിരിച്ചറിവ് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യ പുരുഷൻ ഉണ്ടായപ്പോഴും ഒരു ശക്കല കുഴപ്പമുണ്ട്. ആദ്യകാലത്തെ വിവാഹങ്ങളിൽ പോലും പുരുഷന്മാർക്ക് കൂടുതൽ വിവാഹം കഴിക്കാൻ പറ്റുക. അതൊരു പുതിയ കാര്യമല്ലല്ലോ. അവർ ഭാര്യ മരിച്ചെന്ന് വെച്ചു, അവരപ്പ വിവാഹം കഴിക്കാൻ പറ്റും. ഒരു പൂശ വെച്ചോണ്ടല്ലോ ഞാൻ എന്നെ പിടിക്കാനാണ് വന്നത്. എന്നെ പിടിക്കാൻ ഇയാൾ നോക്കുന്നതാണ് കുത്തുന്നത്. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണം. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. അല്ല ഒന്ന് തന്നെ. ഞാൻ ഉത്തരം പറയുന്നില്ല, മനസ്സില്ല. ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. പല ബുദ്ധിയുള്ള മനുഷ്യന്മാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. പല കാര്യങ്ങളും ഉണ്ട് എനിക്കിവിടെ. അളിയനായാലൊന്നും തലയിടണ്ട. മനസ്സിലായോടാ പന്ന പരട്ട പന്നി. ഇനി ഞാൻ എണ്ണീറ്റ് പോകുന്നിടത്ത് എത്തിക്കരുത്. ആരോട് ചോദിച്ചിട്ട് ഇതിനാണോ ഇക്കണ്ട പണിയൊക്കെ എടുത്തത്? ചോദിക്കണ്ട, എന്നോട് ചോദിക്കണ്ട. എണ്ണീറ്റ് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ പറയണം. നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശുമ്പ് പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. അത് ശരി. ഇത്രയും വലിയ ചെറ്റകളെ സുഖിക്കാൻ പറ്റുന്നതാണ് ഈ നിസ്സാരക്കാരായ ഞങ്ങളുടെ പറഞ്ഞ